ഹലോ LDC ഫൈനൽ റിവിഷൻ 6ാമത്തെ ക്ലാസ്സാണ്. ആദ്യമേ പറയുന്നത് ലാസ്റ്റുള്ള റിവിഷൻ പലരും അറ്റൻഡ് ചെയ്ത് മാർക്ക് ഇടുന്നില്ല. എല്ലാവരും അറ്റൻഡ് ചെയ്ത് മാർക്ക് ഇടണം. ഓക്കെ, ഉറപ്പായിട്ട് 10 മാർക്കിൻ്റെ റിവിഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ റിവിഷൻ നമ്മൾ ഇടുന്നുണ്ട്. അത് നിങ്ങൾ കണ്ട് നിങ്ങളത് എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്നുള്ള മാർക്ക് മസ്റ്റായിട്ട് ഇടണം. പിന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ ബേസ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം കറണ്ട് അഫയേഴ്സ് അറിയാലോ, LDCക്ക് 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. ആ 20 മാർക്ക് കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷിലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് പഠിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കണം, LDC ഇംഗ്ലീഷ് പാടെന്നല്ലേ പറയണത്. അതിനൊരു പരിഹാരം വരുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിച്ച് 10 മാർക്ക് നേടാനുള്ള ഒരു പരിഹാരം ഉടനെ തന്നെ ഞാൻ നിങ്ങളടുത്ത് പറയും. ഓക്കെ, ശരി. അപ്പം അതും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ. പിന്നെ മലയാളം നമ്മൾ പരിഹാരം ഉണ്ടാക്കാം. ഇപ്പോൾ മാത്സ് ഞാൻ ക്ലാസ് ഇടുന്നുണ്ട്. ഇംഗ്ലീഷ് ഉടനെ പരിഹാരമാവും. പിന്നെ മലയാളം കൂടെ സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം റെഡി ആയി കഴിഞ്ഞില്ലേ? ഓക്കെ, എല്ലാം നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പം ക്ലാസ് അടിപൊളിയായിട്ട് കാണുക. കറണ്ട് അഫയേഴ്സ് ഡെയിലി നമ്മുടെ ചാനലിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് പഠിക്കുക. ഒരു 2021 ഓഗസ്റ്റ് മുതലുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് LDC പരീക്ഷയ്ക്ക് അത് ഫുള്ള് ഉപകാരപ്പെടും. നമ്മുടെ യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ഫുള്ള് നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് നമ്മൾ വർക്കൗട്ടായിട്ട് പോളായിട്ട് ഇടുന്നുണ്ട്. അത് ചെയ്യാം. പിന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പത്ര കട്ടിങ് അവിടെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എല്ലാം ഉപകാരപ്പെടും. എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി ഉപയോഗപ്പെടുത്തുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അതിന് ഒരു കാര്യം, നമുക്ക് LDC ഓൺലൈൻ ബാച്ച് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, എല്ലാ ദിവസവും ഞായറാഴ്ച എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ, റെക്കോർഡ് ക്ലാസ് ഇല്ല. ഓക്കെ, നേരെ ക്ലാസ്സിലേക്ക് പോകാം. ശരി, അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യൻ ജോഗ്രഫി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. ഇന്ത്യൻ ജോഗ്രഫി SCRT ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങാം? SCRT. ഈ SCRT പോകുന്നപ്പോൾ എന്താ? സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഓക്കെ, അപ്പോൾ NCERTയോ? കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അവിടെ അപർണ, NCERT ഏത് വർഷം? NCERT 1961. ഓക്കെ, ഇവിടെ അറിഞ്ഞൂടാ. അവിടെ SCRT ഏത് വർഷം? പിന്നെ SCRT 94 നീ 94 പറഞ്ഞത്? ഓക്കെ, അകലേക്ക് എന്ത് തോന്നുന്നു? 94 എണ്ണി SCRT അല്ല, SCRT 1994 കേട്ടോ. SCRT 1994. SCRT സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അത് ഏത് വർഷമാണ്? 94 ഏത് വർഷമാണ് ഉള്ളത്? 94. എന്നാൽ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് NCERT ഏത് വർഷമാണ്? 1961. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യയിലൂടെ എന്നുള്ള SCRT ചാപ്റ്ററാണ് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്ത്യ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ വിസ്തൃതി എത്രയെന്ന് അറിയണം. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. അവിടെ SCRT പറയുന്ന പോയിന്റാണ് 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് സ്ഥിരം ചോദിക്കുന്ന 2 സാധനങ്ങളുണ്ട്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനവും രേഖാംശ സ്ഥാനവും. അറിയാമല്ലോ, അക്ഷാംശം എത്രയാണ്? 8 ഡിഗ്രി. അക്ഷാംശം പഠിക്കുമ്പോൾ നമ്മൾ ഏത് ഇതെന്ന് ഓർത്തോണം. ഉത്തരമാണോ, ദക്ഷിണമാണോ, പൂർവ്വമാണോ, പശ്ചിമമാണോ? നമ്മൾ ഈ അക്ഷാംശം പറയുന്നത് ഏതിലാണ്? അക്ഷാംശം പറയുന്നത് ഉത്തര അക്ഷാംശമാണ്. ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. ഓക്കെ, 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. ഇനി രേഖാംശം പറയുമ്പോൾ എത്രയാണ്? അത് ഏതിൽ പറയണം? പൂർവ്വ രേഖാംശം പറയണം. പൂർവ്വ രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 60 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വരെ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് പറഞ്ഞേ. വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അക്ഷാംശ സ്ഥാനം എത്രയാണ്? ഉത്തര അക്ഷാംശം പറ. ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. രേഖാംശം പറയുമ്പോൾ പൂർവ്വ രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വരെ. ഓക്കെ, അപ്പോൾ അറിയാം. വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7. അപ്പോൾ ഒന്നാമതാരാ? 1 റഷ്യ, 2 കാനഡ, 2 ഏതാണ്? കാനഡ. 3 അമേരിക്ക, 4 ചൈന, 5 ബ്രസീൽ, 6 അർജന്റീന, 6 ഓസ്ട്രേലിയ, 7
ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഒന്ന് പറയാം. ഒന്നേതരാ പഠിച്ചിട്ടോ. ഒന്ന് റഷ്യ, ഒന്നാം സ്ഥാനത്ത് റഷ്യയാണ്. രണ്ടാം സ്ഥാനത്ത് കാനഡയാണ്. മൂന്നാം സ്ഥാനത്ത് അമേരിക്കയാണ്. മൂന്നാം സ്ഥാനത്ത്. നാലാം സ്ഥാനത്ത് ചൈന. അഞ്ചാം സ്ഥാനത്ത് ബ്രസീൽ. ആറാം സ്ഥാനത്ത് ഓസ്ട്രേലിയ. ഏഴാം സ്ഥാനത്ത് ഇന്ത്യ. ഓക്കെ, അറിയാമല്ലോ നമുക്കത്. ശരി, അടുത്ത് വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളത് 7ാം സ്ഥാനത്താണ് കേട്ടോ. ഇനി ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ കുറിച്ചാണ്. ഭൂപ്രകൃതി സവിശേഷത അനുസരിച്ച് ഇന്ത്യയുടെ എത്ര മേഖലയെ തിരിക്കുന്നു വളരെ? ഇന്ത്യയുടെ 4 മേഖലയെ തിരിക്കുന്നേ. അറിയാലോ അതൊക്കെ. ഏതാണ്? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഓക്കെ, അതൊക്കെയാണ്ട ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാം. റിവിഷനാണ്, പെട്ടെന്ന് പോകും കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം പഠിക്കേണ്ട ഏതാണ്? ഉത്തര പർവ്വത മേഖലയാണ്. ഉത്തര പർവ്വത മേഖലയാണ്. ഉത്തര പർവ്വത മേഖല സ്ഥിതി ചെയ്യുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ്. മനസ്സിലായോ? അതായത് നമ്മൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് വരും. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ഭാഗത്താണ് വടക്ക് പടിഞ്ഞാറ് വരുന്നത്. ഈ ഭാഗത്ത് ഇത് വടക്ക്, ഇത് പടിഞ്ഞാറ് അല്ലേ? അപ്പോൾ ഇവിടെ വടക്ക് പടിഞ്ഞാറ് വരുന്നത് ഈ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ, വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് ഈ ഭാഗമാണ് ഏത്? വടക്ക് കിഴക്ക് എവിടം വരെയാണ്? അരുണാചൽ പ്രദേശ് വരെ. മനസ്സിലല്ലേ? അപ്പം ഇന്ത്യയുടെ ഭൂപ്രകൃതിയായ ഉത്തര പർവ്വത മേഖല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പറഞ്ഞേ. ഇവിടെ എങ്ങനെയാ? വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ ഇവിടെ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ. മറക്കരുത്, വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ. ഓക്കെ, അറിയാം നമുക്ക്. ഇനി ഉത്തര പർവ്വത മേഖല കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ നോക്കാം. ഉത്തര പർവ്വത മേഖല കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. ഓക്കെ, നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് പറയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്? ഇവിടെ ഈ ഭാഗത്തുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാണ് നിങ്ങൾ. ഓക്കെ, ഏതൊക്കെയുണ്ട്? അരുണാചൽ പ്രദേശ് ഉണ്ട്, മിസോറാം ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര, ജമ്മു കാശ്മീർ, ലഡാക്ക്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പം. 2 പ്രദേശ്. ഏതൊക്കെയാണ് 2 പ്രദേശ്? ഹിമാചൽ പ്രദേശും അരുണാചൽ പ്രദേശും. പിന്നെ മായിലുള്ള 3 മണിപ്പൂർ, മേഘാലയ, മിസോറാം. അതിലെ മണിപ്പൂർ, മേഘാലയ, മിസോറാം. ഓക്കെ, പിന്നെ സിക്കിം, ഉത്തരാഖണ്ഡ്, നാഗാലാൻഡ്, ത്രിപുര. ഓക്കെ, സിക്കിം, ഉത്തരാഖണ്ഡ്, നാഗാലാൻഡ്, ത്രിപുര. ഓക്കെ, ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്. ഇനി 3 പറഞ്ഞേ. മേഘാലയ, മിസോറാം, മണിപ്പൂർ. ഉത്തരാഖണ്ഡ്, സിക്കിം, നാഗാലാൻഡ്, ത്രിപുര. പിന്നെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരും ലഡാക്കും. ഇപ്പൊ ഞാൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഞാൻ 11 പറഞ്ഞു. അതായത് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും 9 സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ 11 കാര്യം പറഞ്ഞു. ആ 11 തിരിച്ച് പറഞ്ഞാൽ ആർക്ക് പറ്റും? 3 ആര് പറയും? നീ പറഞ്ഞ ആര് നോക്കണോ? നീ പറഞ്ഞു. ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, മിസോറാം, മേഘാലയ, മണിപ്പൂർ, ത്രിപുര, നാഗാലാൻഡ്, പിന്നെ 2 കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ, ലഡാക്ക്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അത്രേ ഉള്ളൂ. സംഭവം സിമ്പിളാണ് കേട്ടോ. ഓക്കെ, ശരി. ഫ്രണ്ട്സിലെ ജയറാം ഇന്നലെ വന്നൊരു കമൻ്റാണ്. ഫ്രണ്ട്സിലെ ജയറാം എന്ന്. അതായത് ഞാൻ ഇൻട്രോഡക്ഷൻ പറയണ സമയത്ത് ഇവന്മാരും ഉണ്ടായിരുന്നോണ്ട് ഇട്ട കമൻ്റാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ ഇൻട്രോഡക്ഷൻ പറയുന്ന സമയത്ത് ഇവന്മാർക്ക് ഓടി കളിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. നമ്മൾ സൈലന്റ് ആയിട്ടിരുന്നു അല്ലേടാ? അതെ, വിഷമായി പോയി പയ്യന് ഏട്ടാ. നിങ്ങൾ ഇന്ന് ഇരിക്കൂലായിരുന്നു ഇവന്മാര്. ഓക്കെ, ആസാമിൽ കൊടുത്തിട്ടില്ല. ആസാം താഴെ മാറിയിൽ നിൽക്കുന്നേ, അതുകൊണ്ടായിരിക്കും. വേണ്ട, എസ്റ്റേറ്റ് കൊടുത്തിട്ടുള്ള ആസാം പറഞ്ഞിട്ടില്ല. പക്ഷെ ആസാം ഹിമാലയം ഉണ്ടല്ലോ. ഹിമാലയത്തിൻ്റെ ഭാഗം വരേണ്ടതാണ് ആസാമിൽ. ഓക്കെ, പക്ഷെ ഈ കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ ആസാം പറഞ്ഞിട്ടില്ല കേട്ടാ. റാങ്ക് ഫയലോടെ നോക്കാം. ആസാം ഉണ്ടെങ്കിൽ നമുക്ക് ആസാം പഠിച്ചു പോവാം. ആസാം ഹിമാലയം ഉണ്ട്. ആസാം ഉണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനം എല്ലാം ഉള്ളതാണ്. പക്ഷേ ഈ SCRL ഈ കൊടുത്തിരിക്കുന്നതിൽ ആസാം ഇല്ല. ഇനി അവർ പ്രിൻ്റ് മിസ്റ്റേക്ക് ആണോന്ന് അറിയാം. SCRL കുറച്ച് മിസ്റ്റേക്ക് അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ആസാം കൂടെ ഉണ്ട്. നിങ്ങൾ ആസാമെന്ന് ഓർത്ത് വെച്ചാൽ പിള്ളേരെ, ആസാം ഉണ്ട് കേട്ടോ. ഓക്കെ, ആസാം ഹിമാലയം തന്നെ ഉണ്ട്. ആസാമൊക്കെ ആ ഭാഗത്ത് പ്രധാനപ്പെട്ട ഇതല്ലേ. ഇത് നിലയ്ക്കുക എൻ്റെ കൂടെ. അഹല്യേ, ശ്രദ്ധിക്കുക കേട്ടോ.
ഇനി അടുത്ത് ചോദിക്കാൻ പോകുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിക്കും. താഴെ പറയുന്നതിൽ ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കിയേ ജോബിന്. എന്തൊക്കെയായിരിക്കും പ്രാധാന്യം? ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം അതായത് ആക്രമണങ്ങളെ പ്രതിരോധിക്കും. അപ്പൊ ഒരു പ്രകൃതിദത്തമായ ഒരു കോട്ടയാണ്, മനസ്സിലായില്ലേ? പ്രകൃതിദത്തമായ നമ്മുടെ ഇന്ത്യയുടെ ആ മുകൾ ഭാഗത്തുള്ള പ്രകൃതിദത്തമായ ഒരു കോട്ടയാണ് ഏത്? ഉത്തരപർവ്വത മേഖല. വളരെ കറക്റ്റാണ്. അടുത്ത് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ശത്രു രാജ്യങ്ങളുടെ ആക്രമണം പ്രതിരോധിക്കുന്നതാണ്. അതൊരു കോട്ടയാണ്, പ്രകൃതിദത്തമായ കോട്ടയാണ്. കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണ്. നദികളുടെ ഉത്ഭവസ്ഥാനം. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെയാണ് ഫ്രണ്ട്സിലെ ഫ്രണ്ട്സിലെ ജയറാമുമായിട്ട് ആ കുട്ടി താരതമ്യം ചെയ്തിരിക്കുന്നത്. അതിന് താഴെ അരവിന്ദ്, ആ കമന്റ് ഇട്ട ആൾക്കാരെയും ആ കമന്റിനെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച ആൾക്കാർക്കെതിരെയുള്ള പ്രതിഷേധം ഞാൻ പറയണത് ഇവൻ ബ്രില്യൻ്റ് ആണ് കേട്ടാ. നിങ്ങൾ ഈ കാണുന്ന ആളല്ലേ. ഓക്കെ, അവ പറഞ്ഞേ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ? കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. പ്രകൃതിദത്തമായ കോട്ടയായിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ എന്തുത്ഭവിക്കുന്നുണ്ട്? നദി ഉത്ഭവിക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ഇവിടെ ഉള്ളതാണ് പശ്ചിമഘട്ടം, മനസ്സിലായില്ലേ? പശ്ചിമഘട്ടവും ഇതുപോലെ തന്നെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. നദികളുടെ ഉത്ഭവസ്ഥാനമൊക്കെയാണ് ഏത്? പശ്ചിമഘട്ടം. അതുപോലെ നമ്മുടെ ഉത്തരപർവ്വത മേഖല ഈ പ്രാധാന്യം ഇത് മൂന്നെണ്ണം നിങ്ങൾ ഓർത്ത് വെച്ചോണം. എന്തൊക്കെയാണ്? ഒന്ന് പ്രകൃതിദത്തമായ കോട്ട. അകലെ പറഞ്ഞാണ്. ഒന്നെന്താണ്? ചേട്ടൻ്റെ അത് നോക്കാൻ പോയാണ് യൂട്യൂബില്. പ്രകൃതിദത്തമായ കോട്ട, പ്രകൃതിദത്തമായ കോട്ട, നദികളുടെ ഉത്ഭവ പ്രദേശം, പിന്നെ എന്താണ് ഉള്ളത്? കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്. ഓക്കെ. ശൈത്യകാലത്ത് മധ്യ ഏഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ്, മനസ്സിലായില്ലേ? ശൈത്യകാലത്ത് നമ്മൾ ഏഷ്യയുടെ ഏത് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതെന്നറിയോ? ഇന്ത്യയുടെ ഏഷ്യ സ്ഥിതി ചെയ്യുന്നത് തെക്ക് ഭാഗത്താണ്, മനസ്സിലായില്ലേ? തെക്ക് ഭാഗത്താണ്. ഇനി പൂർവ്വ ഏഷ്യയിലാണോ പശ്ചിമ ഏഷ്യയിലാണോ നമ്മൾ പൂർവ്വ ഏഷ്യയിലാണ്. അത് കിഴക്കൻ ഏഷ്യയിലാണോ പടിഞ്ഞാറൻ ഏഷ്യയിലാണോ നമ്മൾ നേട്ടം? നമ്മൾ ഏത് ഏഷ്യയിലാണ്? കിഴക്കൻ ഏഷ്യയിലാണ് കേട്ടോ. അപ്പം വടക്കാണോ തെക്കാണോ എന്നിട്ട് തെക്കാണ്, കിഴക്കാണോ പടിഞ്ഞാറോ എന്നിട്ട് ഏതാണ്? കിഴക്കാണ്. അപ്പം നമ്മൾ കിഴക്ക് ഏഷ്യയിലാണ്, അതുപോലെ തെക്കും ഏഷ്യയിലാണ്, മനസ്സിലായില്ലേ? ഓക്കെ, അത് ഓർത്തോണം കേട്ടോ. ഓക്കെ. ഇനി ശൈത്യകാലത്ത് മധ്യ ഏഷ്യയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തി വിടാതെ സംരക്ഷിക്കുന്ന ആരെന്നറിയാമോ? ഉത്തരപർവ്വത മേഖലയാണ്. അപ്പം എവിടെ നിന്ന്? ശൈത്യകാലത്ത് എവിടെ നിന്ന് വീശുന്ന? മധ്യ ഏഷ്യയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്ന ആരാണ്? ഉത്തരപർവ്വത നിരയാണ്. ഉത്തരപർവ്വത നിരയാണ്. മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നത് ആരാണ്? അത് ഉത്തരപർവ്വത മേഖലയാണ്. മൺസൂൺ കാറ്റിന്, അതായത് നമ്മളെ ഈ ബംഗാൾ ഉൾക്കടലിൽ നിന്നും അറബിക്കടലിൽ നിന്നും രൂപം കൊണ്ടിട്ട് ഇങ്ങനെ പോകുന്ന മൺസൂൺ കാറ്റിനെ ആര് തടഞ്ഞു നിർത്തും? ഈ പറയുന്ന ഉത്തരപർവ്വത മേഖല തടഞ്ഞു നിർത്തിയിട്ട് എന്ത് ചെയ്യും? ആ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ എന്ത് പെയ്യിപ്പിക്കും? മഴ പെയ്യിപ്പിക്കും. അതാരാണ് ചെയ്യുന്നത്? ഉത്തരപർവ്വത മേഖലയാണ്. ഉത്തരപർവ്വത മേഖലയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആ 2 പോയിന്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ പിള്ളേരെ. എന്താണ് 2 പോയിന്റ്? ഒന്ന് മധ്യേഷ്യ എന്ന്, ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്ന് ശീതക്കാറ്റിനെ എന്ത് ചെയ്യുന്നു? തടഞ്ഞു നിർത്തുന്നു. ഓക്കെ, തടഞ്ഞു നിർത്തുന്നു. 2 മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യ മുഴുവൻ എന്ത് ചെയ്യും? മഴ പെയ്യിക്കുന്നു. ഓക്കെ. അടുത്ത് പുരാതന കാലം മുതൽക്ക് തന്നെ വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമ്മെ സംരക്ഷിക്കുന്ന ആരാണ്? ഉത്തരപർവ്വത മേഖലയാണ്. അപ്പോൾ പുരാതന കാലം മുതൽക്ക് തന്നെ വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമ്മെ സംരക്ഷിക്കുന്ന ആരാണ്? ഉത്തരപർവ്വത മേഖലയാണ്. മനസ്സിലായല്ലോ കുട്ടികളെ? ഓക്കെ. അപ്പോൾ പുരാതന കാലം മുതൽക്ക് തന്നെ വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള ആക്രമണത്തിൽ നിന്ന് ഒരു പരിധി നമ്മൾ സംരക്ഷിക്കുന്ന ഉത്തരപർവ്വത, അതാണ് നമ്മൾ പ്രകൃതിദത്തമായ കോട്ട എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഓക്കെ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ നിരവധിയായ പോഷക നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരപർവ്വതം. നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിമാലയ നദികളാണ് ഏതൊക്കെ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഓക്കെ. ഈ 3 ബ്രഹ്മപുത്രയ്ക്ക് മാത്രമുള്ള പ്രത്യേകത എന്നറിയാവോ? പുരുഷനാമമാണ്. മനസ്സിലായില്ലേ? പുരുഷനാമമുള്ള പ്രധാന നദിയാണ് ഏത്? ബ്രഹ്മപുത്ര. ഇപ്പൊ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിന്ധു ഒരു സ്ത്രീയുടെ നാമമാണ്. ഗംഗ എന്ന പേരുള്ള പുരുഷനുണ്ട്. കമ്മടി പടം സിനിമയില് ഗംഗൻ, ഗംഗാധരൻ എന്ന പേരുള്ള ആൾക്കാരെ നമ്മൾ ചുരുക്കി ഗംഗ എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലേ? ഓക്കെ. സിന്ധു ആണുണ്ടോ? ആരുണ്ട് സിന്ധു? എന്റെ ബന്ധു അതാണ് നിങ്ങളുടെ കുടുംബത്തിൽ ചാൻസ് വായ്പിരുക്ക്. ഇവിടെ കുടുംബ പേരിൽ തന്നെ അടിപൊളിയാണ് ഇവരെ കുടുംബ പേരുകൾ. കണ്ട് അതുകൊണ്ട് അവിടെ പ്രതീക്ഷിക്കുക ഇങ്ങനത്തെ പേരുകളൊക്കെ. ഓക്കെ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന നദികളിലും അവയുടെ നിരവധിയായ പോഷക നദികൾ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഉത്തരപർവ്വത നിരയിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. രജി, നിങ്ങളെ കുടുംബ പേര് എന്തിനാണ്? ഓക്കെ. അപ്പൊ നമുക്ക് ഇത്ര ഒന്ന് പറഞ്ഞു നോക്കാം. വിസ്തൃതി എത്രയാണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അക്ഷാംശം ഒന്ന് പറഞ്ഞേ.
8 ഡിഗ്രി ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. ഓക്കെ, രേഖാംശം പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വരെ. ഓക്കെ, വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 7. ഓക്കെ, ഭൂപ്രകൃതിയുടെ സവിശേഷത അനുസരിച്ച് ഇന്ത്യയെ എത്ര മേഖലയെ തിരിക്കുന്നു പിള്ളേരെ? 4ആയിട്ട്. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ഉത്തരപർവ്വത മേഖല പറഞ്ഞു. ഉത്തരപർവ്വത മേഖല സ്ഥിതി ചെയ്യുന്നത് എവിടെ മുതൽ എവിടം വരെയാ? വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പറഞ്ഞു. ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മിസോറാം, മേഘാലയ, സിക്കിം, ത്രിപുര, ഉത്തരാഖണ്ഡ്, നാഗാലാൻഡ്, പിന്നെ അസം വരുന്നുണ്ട്. അസം ഇവിടെ പറയുന്നില്ല. പിന്നെ കേന്ദ്ര പ്രദേശങ്ങൾ ജമ്മു കാശ്മീരും ലഡാക്കുമാണ്. ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം പറഞ്ഞു. എന്താ പ്രാധാന്യം? പ്രകൃതിദത്തമായ കോട്ടയാണ്, നദികളുടെ ഉത്ഭവ പ്രദേശമാണ്, കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാരനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ സംരക്ഷിക്കുന്ന ആരാണ്? ഉത്തരപർവ്വത നിരയാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞ് ഇന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നതും ആരാണ്? ഉത്തരപർവ്വത നിരയാണ്. ഓക്കെ, പുരാതന കാലം മുതൽക്ക് തന്നെ വടക്ക് പടിഞ്ഞാറ് എന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നമ്മെ സംരക്ഷിക്കുന്നതും ആരാണ്? ഉത്തരപർവ്വത നിരയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ നിരവധിയായ പോഷക നദികളും ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഉത്തരപർവ്വത നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചല്ലോ നിങ്ങൾ. ഓക്കെ, ചോദിക്കാമല്ലോ. ഓക്കെ, ഒന്ന് പോസിറ്റ് പറ. എത്രയാണ് വിസ്തൃതി? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഉത്തര അല്ല അക്ഷാംശം പറഞ്ഞു. ഉത്തരം 8 ഡിഗ്രി 4 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. പൂർവ്വം രേഖാംശം രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വരെ. ഓക്കെ, ഇവിടെ വലിപ്പത്തിൽ എത്ര സ്ഥാനത്താണ് ഇന്ത്യ? 7ാം സ്ഥാനത്താണ്. ഓക്കെ, 1 മുതൽ 7 എന്ന് പറഞ്ഞേ. റഷ്യയാണ്, അമേരിക്ക, ബ്രസീലാണ്, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ. ഓക്കെ, അവിടെ അർച്ചന ഭൂപ്രകൃതി അനുസരിച്ച് എത്രയായി തിരിക്കുന്നു? ഏതൊക്കെയാ? ഓക്കെ, അവിടെ ഉത്തരപർവ്വത മേഖല എവിടെ മുതൽ എവിടം വരെയാണെന്ന് പറഞ്ഞ അഹല്യ? വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് പടിഞ്ഞാറ് അരുണാചൽ പ്രദേശ് വരെ. ഓക്കെ, ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്ന സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞേ അപർണ. ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മിസോറാം, മേഘാലയ, ഉത്തരാഖണ്ഡ്, സിക്കിം, നാഗാലാൻഡ്, പിന്നെ 2 കേന്ദ്ര. ഓക്കെ, അസം കൂടെ ഉണ്ട് ഇവിടെ, ഓർത്തോണം, ഇവിടെ പറയാത്തതാണ് കേട്ടോ, അസമുണ്ട്. ഓക്കെ, അടുത്ത് ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം പറഞ്ഞേ. പ്രകൃതിദത്തമായ കോട്ട, കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു, നദികളുടെ ഉത്ഭവസ്ഥാനം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു? ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. ഓക്കെ, പിന്നെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യ മുഴുവൻ മഴ പെയ്യിക്കുന്നു. ഓക്കെ, സുബിനെ ഏതൊക്കെ പ്രധാന നദികളും അവയുടെ പോഷക നദികളുമാണ്? ബ്രഹ്മപുത്ര. ഓക്കെ, ശരി, അത്രേ ഉള്ളൂ. അടുത്ത് ഹിമാലയത്തെക്കുറിച്ച് കുറച്ച് ഞാനിവിടെ പറയുന്നുണ്ട്, നമുക്ക് അത് നോക്കാം എന്താണ് പറയുന്നതെന്ന്. ഹിമാലയ നിരകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരപർവ്വത മേഖലയിലാണ്. ഹിമാലയ പർവ്വതനിരയുടെ ഏകദേശം നീളം എത്രയാണ്? 2400 കിലോമീറ്റർ ആണ്. ഹിമാലയ നിരകൾ ഏറ്റവും ഉയരം കൂടെ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് ആണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ഏത് രാജ്യത്താണ്? നേപ്പാളിലാണ്. ഹിമാലയ നിരകളിലെ മറ്റ് കൊടുമുടികളാണ് കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയവ. കാഞ്ചൻജംഗ, നന്ദാദേവിയൊക്കെ എവിടെയാണ്? ഹിമാലയ നിരകളിലെ കൊടുമുടികളാണ്. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഓക്കെ, ഇതൊക്കെ അറിയാം നമുക്ക്. ഹിമാലയത്തിലെ മഞ്ഞ് മൂടിയ പർവ്വതനിരകൾ പർവ്വതനിരകൾക്ക് തൊട്ട് തെക്ക് ഭാഗത്ത് തണുപ്പിന്റെ തീവ്രത എങ്ങനെയാണ്? കുറവാണ് കേട്ടോ. അതൊരു സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെച്ച് വേണം. ഹിമാലയത്തിലെ മഞ്ഞ് മൂടിയ പർവ്വത നിരകൾക്ക് തൊട്ട് തെക്ക് ഭാഗത്ത് തണുപ്പിന്റെ തീവ്രത എന്താണ് പിള്ളേരെ? കുറവാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ പറയാം, ഹിമാലയ നിരകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തര പർവ്വത മേഖലയിലാണ്. ഹിമാലയ നിരകളുടെ നീളം എത്രയാണ്? 2400 കിലോമീറ്റർ ആണ്. ഹിമാലയ നിരകളുടെ ഏറ്റവും ഉയരം കൂടി കൊടുമുടി ഏതാണ്? എവറസ്റ്റ് ആണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. ഹിമാലയ നിരകളിലെ മറ്റു കൊടുമുടികളാണ് കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയവ. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഓക്കെ, ഹിമാലയത്തിലെ മഞ്ഞ് മൂടിയ പർവ്വത നിരകൾക്ക് തൊട്ട് തെക്ക് ഭാഗത്ത് തണുപ്പിന്റെ തീവ്രത എങ്ങനെയാണ്? കുറവാണ്. ഇനി ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രങ്ങൾ
സുഖവാസ കേന്ദ്രങ്ങളാണ് സിംല, ഡാർജിലിംഗ്, കുളു, മനാലി. ഏതൊക്കെയാണ്? സിംല, ഡാർജിലിംഗ്, കുളു, മനാലി. ഓക്കെ, പറയടാ. സിംല, ഡാർജിലിംഗ്, കുളു, മനാലി. ഓക്കെ, ഹിമാലയൻ മേഖലയിലെ പ്രധാന കൃഷിയാണ് അടുത്ത് പഠിക്കേണ്ടത്. ഹിമാലയൻ മേഖലയിലെ പ്രധാന കൃഷി. ഓക്കെ, എന്തൊക്കെ ഉണ്ടാവും? ഉരുളക്കിഴങ്ങുണ്ട്, ആപ്പിളുണ്ട്, കുങ്കുമപ്പൂവുണ്ട്. കുങ്കുമപ്പൂ മാത്രമല്ല, പൂക്കൾ, കുങ്കുമപ്പൂ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പൂക്കളുണ്ട്. ഓറഞ്ച് ഉണ്ട്. നിങ്ങൾ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. തേയില ഉണ്ട്. ഇനി ഒന്നുകൂടാ. കണ്ടുപിടി. ചിന്തിക്കൂ. യൂസ് യുവർ ബ്രെയിൻ. ബാർലി ഉണ്ട്. കാരണം ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള അയാൾ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ എങ്ങനെ സാധിച്ചു നിങ്ങൾക്ക്? എങ്ങനെ? കണ്ണിൽ ചോര വേണ്ടേ? കണ്ണിച്ചോര വേണ്ടേ? ഓക്കെ, ജോബിനെ ഒന്നും മേടിക്കണം. ഞാൻ ഉണ്ട്, കൂടെ ഉണ്ട് ഞാൻ. ശരി പിള്ളേരാ, ജസ്റ്റിസ് ഫോർ ജോബിൻ. ഓക്കെ, അപ്പൊ പറഞ്ഞ പിള്ളേരെ, ആപ്പിള് ഓറഞ്ച്. ഓക്കെ, തേയില, ആപ്പിള് ഓറഞ്ച്, തേയില, ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂ ഉൾപ്പെടെയുള്ള പൂക്കൾ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞേ, ആപ്പിള്, ഓറഞ്ച്, തേയില, ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂ ഉൾപ്പെടെയുള്ള പൂക്കൾ. അപ്പൊ ഇതൊക്കെയാണ് എവിടെ ഉള്ളത്? ഹിമാലയൻ മേഖലയിലെ പ്രധാന കൃഷി ഇനങ്ങൾ. ഓക്കെ ആണല്ലോ. ശരി, അടുത്ത് ഹിമാലയൻ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകളുടെ ഉയരം എങ്ങനെയാണ്? ഇതൊക്കെ ശ്രദ്ധിച്ചോണം. ഇതൊക്കെ ആയിരിക്കും നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ ഡൗട്ട് വരുന്നത് കേട്ടോ. ഹിമാലയ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകളുടെ ഉയരം എങ്ങനെയാണ്? കുറവാണ് കേട്ടോ. എന്താണ് വളരെ കുറവാണ്. തെക്കോട്ട് വരുമ്പോൾ കുന്നുകൾക്ക് ഉയരം എന്താണ്? കുറവാണ് കേട്ടോ, കുറവാണ്. അടുത്ത്, ഉത്തര പർവ്വത മേഖലയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ മേഖല ഏതാണ്? അത് ഹിമാലയ നിരയുടെ തെക്ക് ഭാഗമാണ്. എന്താണ് വളരെ? ഹിമാലയ നിരയുടെ തെക്ക് ഭാഗമാണ് കേട്ടോ. അപ്പോൾ തെക്ക് ഭാഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 3 കാലം പറഞ്ഞു. ഈ മഞ്ഞുമൂടിയ മലനിരകളുടെ തെക്ക് ഭാഗത്ത് തണുപ്പിന്റെ തീവ്രത എങ്ങനെയാണ്? കുറവാണ്. ഹിമാലയ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകളുടെ ഉയരം എങ്ങനെയാണ്? കുറവാണ്. ജനസാന്ദ്രത കൂടുതലും എവിടെയാണ്? തെക്ക് ഭാഗത്താണ്. ജനസാന്ദ്രത കൂടുതലും തെക്ക് ഭാഗത്താണ്. ഓക്കെ, ശരി, ഒന്ന് പൗസിട്ടെ. അപ്പോൾ ഹിമാലയ നിരയുടെ ഏറ്റവും തെക്ക് ഭാഗത്താണ് എന്ത് വളരെ? ജനസാന്ദ്രത കുറവ്. ജനസാന്ദ്രത കൂടുതൽ. ജനസാന്ദ്രത കൂടുതൽ, തണുപ്പ് കുറവ്, കുന്നുകൾക്ക് ഉയരം കുറവ്. ഓക്കെ, ശരി. മഞ്ഞുമൂടിയ ഹിമാലയൻ നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന മണൽ, ചെളി, ഉരുളൻ കല്ലുകൾ എന്നിവയുടെ കനത്ത നിക്ഷേപങ്ങൾ നിറഞ്ഞ താഴ്വര മേഖലയാണ് ഇത് ഹിമാലയ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മഞ്ഞുമൂടിയ ഹിമാലയ നിരകളിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത് അല്ലേ? ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എന്തൊക്കെ? മണല്, ചെളി, ഉരുളൻ കല്ലുകൾ എന്നിവയുടെ കനത്ത നിക്ഷേപങ്ങൾ നിറഞ്ഞ താഴ്വര മേഖലയാണ് ഏത്? ഹിമാലയ നിരയുടെ തെക്ക് ഭാഗം. മനസ്സിലായല്ലോ? അപ്പോൾ അത്രയാണ് ഉത്തര പർവ്വത മേഖലയെക്കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇത്രയും പോരാ, ഇനി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേറെ ഭാഗത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ബേസ് പോയിന്റ്സ് നമുക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ നമുക്ക് ഒന്നൊന്ന് ഓടിച്ചാലോ? നമുക്ക് ഹിമാലയത്തെക്കുറിച്ച് പറഞ്ഞ ഹിമാലയ നിരകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തര പർവ്വത മേഖലയിലാണ്. ഏകദേശം നീളം 2400 കിലോമീറ്റർ ആണ്. ഹിമാലയ നിരകളിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. ഹിമാലയ നിരകളിലെ മറ്റ് കൊടുമുടികളാണ് കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയവ. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ പർവ്വതങ്ങൾക്ക് തൊട്ട് തെക്ക് ഭാഗത്ത് തണുപ്പിന്റെ തീവ്രത എങ്ങനെയാണ്? കുറവാണ്. ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രങ്ങൾ സിംല, ഡാർജിലിംഗ്, കുളു, മനാലി. ഹിമാലയൻ മേഖലയിലെ പ്രധാന കൃഷി ഇനങ്ങളാണ് ആപ്പിള്, ഓറഞ്ച്, തേയില, ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂ ഉൾപ്പെടെയുള്ള. ഇത് നമുക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടാ. പ്രധാന കൃഷി, ഹിമാലയത്തിലെ പ്രധാന കൃഷി ഏതൊക്കെയെന്ന് പണ്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഹിമാലയൻ നിരകൾ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകളുടെ ഉയരം എങ്ങനെയാണ് പിള്ളേരെ? കുറവാണ്. ഉത്തര പർവ്വത മേഖലയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ മേഖല ഏതാണ്? ഹിമാലയയുടെ തെക്ക് ഭാഗം. പിന്നെ നമ്മൾ പറഞ്ഞു മഞ്ഞുമൂടിയ ഹിമാലയ നിരകളിൽ ഉത്ഭവിക്കുന്ന നദികൾ എന്തൊക്കെ? മണല്, ചെളി, ഉരുളൻ കല്ല് എന്നിവ എന്ത് ചെയ്യും പിള്ളേരെ? ഒഴുക്കി കൊണ്ടുവന്നിട്ട് നിക്ഷേപിക്കും. ആ നിക്ഷേപമാണ് ഏത്? ഹിമാലയ നിരയുടെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അത്രയുമാണ് ഉത്തര പർവ്വത മേഖലയെക്കുറിച്ച് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, സുമന ഹോസിറ്റെ കാണാമോ എൻ്റെ കയ്യിൽ സാധനം ഇരിക്കുന്നത്? എന്താണെന്നറിയാവോ? ദിസ് ഈസ് അപ്പൂപ്പൻ താടി. ഈ അപ്പൂപ്പൻ താടിയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു തൂവലും കാര്യങ്ങളൊക്കെ? കാറ്റ് വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നത്. വിത്ത് വിതരണം. ആ വിത്ത് വിതരണത്തിന് വേണ്ടിയിട്ടാണ് അപ്പൂപ്പൻ താടിയിൽ എന്ത് ചെയ്യുന്നത്? ഈ സാധനം ഉള്ളത്. ഇതിൽ വിത്തും ഒരു സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്വതന്ത്രമാക്കി വിടുകയാണ് നമ്മൾ. ശരി, ചോദിക്കട്ടെ. എടാ, ഹിമാലയൻ നിരകൾ സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, ഹിമാലയൻ നിരകളുടെ ഏകദേശം നീളം എത്ര?
2400 കിലോമീറ്റർ. നിന്റെ അടുത്താണ് ചോദിച്ചത്. അടുത്തത് ചോദിച്ചു. ഹിമാലയൻ നിരകളിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഏറ്റവും എവറസ്റ്റ്, മറ്റ് വേറെ കൊടുമുടികളുണ്ട്? നന്ദാദേവി, കാഞ്ചൻജംഗ. നന്ദാദേവി കാഞ്ചൻജംഗ. എന്നാൽ മൗണ്ട് കേറ്റോ അല്ലെങ്കിൽ ഗോഡ്മിൻ ഓസ്റ്റിൻ എവിടെയാണ്? അത് കാരക്കോറത്താണ് കേട്ടോ. മൗണ്ട് കേറ്റോ അല്ലെങ്കിൽ ഗോഡ്മിൻ ഓസ്റ്റിൻ എവിടെയാണ്? കാരക്കോറത്താണ്. ഓക്കെ. അതിലെ ഈ എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവറസ്റ്റ് നേപ്പാളിൽ. നേപ്പാളിൽ. സുബിനെ, ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര. ഓക്കെ. ഇവിടെ ഹിമാലയത്തിലെ മഞ്ഞ് മൂടിയ പർവ്വതനിരകൾക്ക് തൊട്ട് തെക്ക് ഭാഗത്ത് തണുപ്പിന്റെ തീവ്രത എങ്ങനെയാണ്? കുറവായിരിക്കും. ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രങ്ങൾ പറഞ്ഞേ എവിടെ? ഓക്കെ. ഹിമാലയൻ മേഖലയിലെ പ്രധാന കൃഷി നിങ്ങൾ പറഞ്ഞേ. പൂക്കളം. ഓക്കെ. ഹിമാലയൻ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് കുന്നുകളുടെ ഉയരം എങ്ങനെയാ? നീ ഈർഞ്ഞി കിടത്തും കേട്ട. കുന്നുകളുടെ ഉയരം കുറവാണ്. ഓക്കെ, ശരി. അടുത്ത്, ഉത്തര പർവ്വത മേഖലയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ മേഖല ഏതാണ്? ഇതിന്റെ തെക്ക് ഭാഗത്ത്. തെക്ക് ഭാഗത്ത്. ഓക്കെ. ഹിമാലയയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ ഹിമാലയ നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന മണൽ, ചെളി, ഉരുളങ്കല്ല് എന്നിവ വച്ച് ഹിമാലയ താഴ്വരകളുണ്ട്. അവിടെ നിക്ഷേപിച്ചുണ്ടാകുന്ന താഴ്വരകളാണ് ഇവിടെ കാണപ്പെടുന്നത്. ഹിമാലയ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നത്. ഓക്കെ, ശരി. നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. അവിടെ നോക്കിയോ. 1,00,000 കോടി രൂപ വിപണി മൂല്യം പിന്നിട്ട ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി ഏതാണ്? ചോദ്യം ഏതാണ്? ഇൻഡിഗോയാണ്. 1,00,000 കോടി രൂപ വിപണി മൂല്യം പിന്നിട്ട ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനിയാണ് ഏത്? ഇൻഡിഗോ. നമ്മുടെ ചാനൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ LDC ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ഒരു 2023 ഓഗസ്റ്റ് മുതലുള്ള കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലുണ്ട് കേട്ടോ. അത് കണ്ട് നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് കണ്ട് നോട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത്ര നന്നായിരിക്കും. ഓക്കെ. നമ്മളത് ചാനൽ ഇപ്പോൾ ഇടുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയുടെ നോട്ട് നമ്മൾ റിവിഷൻ ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. റിവിഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, ശരി. അടുത്ത്, ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ച എവിടെയാണ്? ഡ്രോൺ ഉത്തർപ്രദേശ്, കർണാടകയിലല്ല, കേരളത്തിലല്ല, മഹാരാഷ്ട്രയിലല്ല, മധ്യപ്രദേശിലല്ല. പക്ഷെ നമ്മൾ അടുത്തുള്ള സ്ഥലത്താണ്. തമിഴ്നാട് എവിടെ? ചെന്നൈ. ഓക്കെ. ഇന്ത്യയിൽ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ച എവിടെയാണ് പിള്ളേരെ? ചെന്നൈ. എവിടെയാണ്? ചെന്നൈ കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ച സ്ഥലമാണ് ഏത്? ചെന്നൈ. ഓക്കെ. അപ്പോൾ 1,00,000 കോടി രൂപ വിപണി മൂല്യം പിന്നിട്ട് ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി ഏതാണ്? ഇൻഡിഗോ. ഏതാണ്? ഇൻഡിഗോ. ഡ്രോൺ എന്താണെന്നറിയാമോ? ഡ്രോൺ അറിയണ സാധനം കല്യാണത്തിനൊക്കെ. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ച എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വേദിക് പാർക്ക് നിലയിൽ വന്ന എവിടെയാണ്? വേദിക് പാർക്ക് നോയിഡ, ഉത്തർപ്രദേശ്. എന്താണ് പിള്ളേരെ? നോയിഡ, ഉത്തർപ്രദേശ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ വേദിക് പാർക്ക് നിലയിൽ വന്ന എവിടെയാണ്? നോയിഡ, ഉത്തർപ്രദേശ്. വേദിക് പാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ലേസർ ഷോയും വേദകാലഘട്ടത്തിലെ വിവിധ ദൃശ്യങ്ങളും അലങ്കരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഏത്? വേദിക് പാർക്ക് കേട്ടോ. ഈ വേദിക് പാർക്കിന്റെ പേര് വേദ് വൻ എന്നാണ്. എന്താണ്? വേദ് വൻ എന്നാണ്. ഏതൊക്കെയാണ് വേദങ്ങളെന്ന് പറഞ്ഞേ? വേദങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞേ? യജുർവേദം, സാമവേദം, അഥർവേദം, ഋഗ്വേദം. മനസ്സിലായി? നമുക്ക് വേദങ്ങൾ 4 ഉള്ളത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം. ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം. ഓക്കെ, ശരി. ഏതിലാണ് സംഗീതത്തെ കുറിച്ച് പറയുന്നത്? സാമവേദം. ഒരു പാട്ടേനുണ്ടല്ലേ? ആ പാടത്ത് സാമവേദം നാവിലുണത്തെ സ്വാമി എന്നൊരു പാട്ടേനുണ്ട്. അപ്പോൾ സംഗീതത്തെ കുറിച്ച് പറയുന്ന വേദമാണ് സാമവേദം. ഏത് വേദത്തിലാണ് യുദ്ധം ജനിക്കുന്നത് മനുഷ്യ മനസ്സിലാണെന്ന് പറയുന്നത്? യുദ്ധം ജനിക്കുന്നത് മനുഷ്യ മനസ്സിലാണെന്ന് പറയുന്നത് ഏത് വേദത്തിലാണ്? അഥർവ വേദത്തിലാണ്. ഏതാണ്? അഥർവ വേദത്തിലാണ്. ദുർമന്ത്രവാദത്തെ കുറിച്ച് പറയുന്ന ഏതിലാണ്? ദുർമന്ത്രവാദത്തെ കുറിച്ച് പറയുന്നതും ഏതിലാണ്? അഥർവ വേദത്തിലാണ്. ആയുർവേദത്തെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? ആയുർവേദത്തെ കുറിച്ച് പറയുന്നതും ഏതിലാണ്? അഥർവ വേദത്തിലാണ്. ഓക്കെ. അപ്പം വേദങ്ങൾ 4 ഓക്കെ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിൽ സംഗീതത്തെ കുറിച്ച് പറയുന്നത് സാമവേദത്തിലാണ്. യുദ്ധം ജനിക്കുന്ന മനുഷ്യന്റെ മനസ്സിലാണെന്ന് പറയുന്നത് അഥർവവേദത്തിലാണ്. ദുർമന്ത്രവാദം പറയുന്നത് അഥർവവേദത്തിലാണ്. ആയുർവേദത്തെ കുറിച്ച് പറയുന്നത് അഥർവവേദത്തിലാണ്. 5ാം വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതമാണ്. 5ാം വേദം മഹാഭാരതമാണ് കേട്ടോ. അപ്പം വേദിക് പാർക്ക് എവിടെ പിള്ളേരെ? നോയിഡ. എവിടെയാണ്? ഉത്തർപ്രദേശ്. നോയിഡയിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? F1 റേസിംഗ്, ബുദ്ധ സർക്യൂട്ട്. പിന്നെ സ്ഥിരം ചോദിക്കുന്ന സാധനമുണ്ട്, ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? നോയിഡയാണ്. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? നോയിഡയാണ്. ഈ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി ഏത് വർഷമാണ്? 1986. 1986 സ്ഥാപിതമായ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? നോയിഡയാണ്. എവിടെയാണുള്ളത്? നോയിഡയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നോയിഡ സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി ഏത് വർഷം? 1986. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി AI യൂണിവേഴ്സിറ്റി നിലയിൽ വരുന്ന സംസ്ഥാനം ഏത്?
ഉത്തർപ്രദേശ് അല്ല. ഇന്ത്യയിലത് AI യൂണിവേഴ്സിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി എവിടെയാണ്? കർണാടക തെറ്റാണ്. ഗുജറാത്ത് തെറ്റാണ്. 1960 മെയ് 1 രൂപം കൊണ്ട സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കാരണം ഇത്രയും ബ്രില്യൻ്റ് പിള്ളേരെയാണ് ഇവർ പൈസ കൊടുത്ത് ഇരുത്തിയിരിക്കുന്നതാണോ, ഫ്രണ്ട്സിലെ ജയറാമാണോ? എനിക്ക് അതുകൊണ്ട് ഐ ക്യാൻ അക്സെപ്റ്റ് ദാറ്റ്. അപ്പം മഹാരാഷ്ട്ര എന്താണ് ഉള്ളത്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ അത് അപ്പോൾ AI അധിഷ്ഠിത യൂണിവേഴ്സിറ്റി എവിടെയാണ് ഉള്ളത്? മഹാരാഷ്ട്ര. AIയുടെ പൂർണ്ണരൂപം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ്. എയുടെ പിതാവാരാ? ജോൺ മെക്കാർത്തി. ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരാണ്? ജോൺ മെക്കാർത്തി. ആരാണ്? ജോൺ മെക്കാർത്തി. ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരാണ് പിള്ളേരെ? ജോൺ മെക്കാർത്തി. ഓക്കെ, ശരി. അടുത്ത് മഹാരാഷ്ട്രയിലെ കാർജത്തിലാണ്. കാർജത്ത് എന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന യൂണിവേഴ്സിറ്റി നിലവിലുള്ളത്. മഹാരാഷ്ട്രയിൽ എവിടെയാണ്? കാർജത്ത്. ഓക്കെ, ശരി. അപ്പൊ റൈറ്റ് ടു വാക്ക് നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? റൈറ്റ് വാക്ക് ക്യാമ്പയിനിങ് ആണെന്ന് തോന്നുന്നു. റൈറ്റ് വാക്ക് ഗുജറാത്തല്ല. 1956 നവംബർ 1 രൂപം കൊണ്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇത്. പഞ്ചാബ്. കണ്ട ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള അതിലുപി. ഓക്കെ, പഞ്ചാബ്. റൈറ്റ് വാക്ക് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഏത്? പഞ്ചാബ്. ശരി, ഇങ്ങോട്ട്. അപ്പൊ റൈറ്റ് വാക്ക് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഏത്? പഞ്ചാബ്. ഇന്ത്യയിൽ ആദ്യമായി റോബോട്ടിക് ഫ്രെയിം വർക്ക് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? റോബോട്ടിക് ഫ്രെയിം വർക്ക് അവതരിപ്പിച്ച സംസ്ഥാനം. ഒരു ക്ലൂ തരാം. ക്ലൂ എന്ന് പറഞ്ഞാൽ വേറൊരു ചോദ്യം ഞാൻ ചോദിക്കും. പെട്ടെന്ന് ആർക്കാണ് റിഫ്ലക്ഷൻ കൂടുതൽ നോക്കാം. നിങ്ങൾ 3 ആരാണ് റിഫ്ലക്ഷൻ കൂടുതൽ നോക്കാം. വെളിയിൽ നിന്ന് റിഫ്ലക്ഷൻ ഉണ്ടോ നോക്കാം. ഓക്കെ, കടൽത്തീരമില്ലാത്ത ദക്ഷിണ സംസ്ഥാനം. അദ്ദേഹം എനിക്കറിയാം കേട്ടോ. അദ്ദേഹം എൻ്റെ കണ്ണീന്ന് വായിച്ചെടുത്ത ചോദ്യം. ഓക്കെ, തെലങ്കാന. ഇന്ത്യയിൽ ആദ്യമായി റോബോട്ടിക് ഫ്രെയിം വർക്ക് എവിടെയാണ് ഉള്ളത്? തെലങ്കാന. അപ്പോൾ പറ 1 ലക്ഷം കോടി വിപണി മൂല്യം പിന്നിട്ട് ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി ഇൻഡിഗോ. ഡ്രോൺ പോലീസ് യൂണിറ്റ് എവിടാ? ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വേദിക് പാർക്ക് നിലയിൽ വന്നത് നോയിഡയിലാണ്. ഓക്കെ, നോയിഡ, ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യ AI അധിഷ്ഠിത യൂണിവേഴ്സിറ്റി എവിടാ? മഹാരാഷ്ട്ര. റൈറ്റ് വാക്ക് നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? പഞ്ചാബ്. ഇന്ത്യയിൽ ആദ്യമായി റോബോട്ടിക് ഫ്രെയിം വർക്ക് അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? തെലങ്കാന. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി കടലിനടിയിലൂടെയുള്ള തുരങ്കം നിലയിൽ വരുന്നത് എവിടെയാണ്? അല്ല, അതാണ് അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്ത. കേട്ടാ? തുരങ്കം എവിടെയാണ്? അല്ല, കർണാടകയിലല്ല. സംസ്ഥാനം മഹാരാഷ്ട്രയിലാണ്. മുംബൈ. കേട്ടോ, മഹാരാഷ്ട്ര പറഞ്ഞിടത്ത് നമ്മളൊരു സ്ഥലങ്ങൾ വിളിച്ചോളൂ. മുംബൈ. കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി കടലിനടിയിലുള്ള തുരങ്കം നിലനിൽക്കുന്ന എവിടെയാണ്? മുംബൈയാണ്. പക്ഷെ അണ്ടർ വാട്ടർ മെട്രോ എവിടെയാണ്? എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ എവിടെയാണ്? വാട്ടർ മെട്രോ കൊച്ചിയാണ്. കേട്ടോ, വാട്ടർ മെട്രോ കൊച്ചിയാണ്. അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്ത. അങ്ങനെ മെട്രോ ആദ്യം എവിടെയാണ്? മെട്രോ ആദ്യം കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലാണ്. ആദ്യത്തെ മോണോ റെയിൽ എവിടെയാ? മുംബൈ. അപ്പൊ ഞാൻ പറഞ്ഞ ചോദ്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്ത. അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്ത. മെട്രോയും കൊൽക്കത്ത. മോണോ റെയില് മുംബൈയില്. അടുത്ത് ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ. ഓക്കെ, അപ്പൊ ആ 4 ഒന്ന് ഓർത്ത പിള്ളേരെ. കൊൽക്കത്തയ്ക്ക് 2 ചോദ്യം ഏതൊക്കെയാണ്? വാട്ടർ മെട്രോയും അണ്ടർ വാട്ടർ മെട്രോയും. സൂം കിട്ടില്ല. അണ്ടർ വാട്ടർ മെട്രോയും എവിടാ? കൊൽക്കത്ത. ഓക്കെ, വാട്ടർ മെട്രോ എവിടാ? കൊച്ചി. വാട്ടർ മെട്രോ എവിടെയാണ്? കൊച്ചിയിലാണ്. ഇനി മോണോ റെയിൽ എവിടാ? ഈ മോണോ റെയിൽ എന്താണെന്നറിയോ? മോണോ റെയിൽ ഇപ്പൊ നമുക്കറിയാം. ഒരു റെയിൽവേ ട്രാക്ക് എന്ന് പറഞ്ഞാൽ 2 പാലം ഉണ്ടാവും അല്ലേ? ഒരു പാളത്തിൽ 2 ഇതുണ്ടാവും. ഇത് ഒരു സാധനം മാത്രം ഉണ്ടാവും. അതിന്റെ മണ്ടേ കൂടെ എന്തെങ്കിലും ട്രെയിൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ശരി, അതാണ് മോണോ റെയിൽ. ശരി, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി കടലിനടിയിലുള്ള തുരങ്കം നിലയിൽ വരുന്നത് എവിടെയാണ് പിള്ളേരെ? മുംബൈയിൽ. ഓക്കെ, ഗിർഗാവിനെ പ്രിയദർശിനി പാർക്കുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ തുരങ്കം. കേട്ടോ, അതിനെയൊക്കെയാണ് ഗിർഗാവിനെ പ്രിയദർശിനി പാർക്കുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ തുരങ്കം. ഓക്കെ, ശരി. അടുത്ത്, ഇന്ത്യയിൽ ആദ്യത്തെ പോഡ് ടാക്സി സർവീസ് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓക്കെ, വീണ്ടും നിങ്ങൾ റിഫ്ലക്സ് ചെയ്യാൻ പരീക്ഷിക്കാൻ പോവുകയാണ്. ആർക്കാണ് റിഫ്ലക്സ് കൂടുതലാണ്? കേട്ടോ, ചോദ്യം ശ്രദ്ധിച്ചോ. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾ ആരാണ് ഉത്തരം പെട്ടെന്ന് പറയണത് നോക്കാം. കേട്ടോ, ആരൊക്കെ പറയാൻ നോക്കാം. 1, 2 ഞാൻ നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഏറ്റവും ജനസംഖ്യ സംസ്ഥാനം?
പറ്റത്തില്ല, അയാളെ തപ്പിയാൻ പറ്റത്തില്ല. വീണ്ടും അത് ലൂയിസ് സ്കോർഡ്. ഓക്കെ, ഉത്തർപ്രദേശ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത രാജ്യത്തെ ആദ്യത്തെ നൈറ്റ് സഫാരി. എടാ, അപ്പൊ പോർട്ട് ടാക്സി എവിടെ പിള്ളേരെ? പോർട്ട് ടാക്സി സർവീസ് എവിടെയാണ്? അത് ഉത്തർപ്രദേശ്. പോർട്ട് ടാക്സി സർവീസ് എവിടെയാണ് പിള്ളേരെ? ഉത്തർപ്രദേശാണ്. ചോദ്യം വിട്ടുപോയി നമ്മള്. പോർട്ട് ടാക്സി സർവീസ് ഉത്തർപ്രദേശ്. ഓക്കെ, പോർട്ട് പാർക്കല്ലടാ, പോർട്ട് ടാക്സി സർവീസ്. ഓക്കെ, അടുത്ത രാജ്യത്തെ ആദ്യത്തെ നൈറ്റ് സഫാരി പദ്ധതി ആരംഭിക്കുന്ന എവിടെയാണ്? നൈറ്റ് സഫാരി പദ്ധതി വീണ്ടും റിഫ്ലക്സ് പരീക്ഷിക്കാൻ പോവുകയാണ്. ഈ നൈറ്റ് സഫാരി പദ്ധതി ആരംഭിക്കുന്ന അതേ സ്ഥലത്ത്, ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്, അതായത് ഒരു തലസ്ഥാന നഗരമാണ് വേണ്ട, ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോമതി നദീ തീരത്താണ്. ഗോമതി നദീ തീരത്താണ്. റിഫ്ലക്സ് പോയിട്ട് അനക്കം പോലും ഇല്ല. പാട്ന ഗംഗാ നദീ തീരത്ത്. ലക്നൗ ആണ് ആൻസർ. ലക്നൗ വെളിയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലക്നൗ. ഓക്കെ, ശരി. അപ്പൊ പിള്ളേരെ നൈറ്റ് സഫാരി പദ്ധതി ആരംഭിക്കുന്ന എവിടെയാണ്? ലക്നൌവിലാണ്. എവിടെയാണ്? ലക്നൌവിൽ എവിടെ നിന്നിട്ട് കഴിഞ്ഞാൽ കുക്രയിൽ. എവിടെയാണ്? കുക്രയിൽ. അപ്പം രാജ്യത്തെ ആദ്യത്തെ നൈറ്റ് സഫാരി പദ്ധതി ആരംഭിക്കുന്ന എവിടെയാണ്? ലക്നൌവിലെ കുക്രയിലാണ് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത് ഇന്ത്യയിൽ ആദ്യത്തെ നൈറ്റ് സ്കൈ സാഞ്ചുറി എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യത്തെ നൈറ്റ് സ്കൈ സാഞ്ചുറി എവിടെയാണ്? അറിയാവോ നൈറ്റ് സ്കൈ? വേറെ ചോദ്യം തരട്ടാ, റിഫ്ലക്സിലൂടെ കണ്ടുപിടിക്കുവോ? ശീത മരുഭൂമി, ലഡാക്ക്. വീണ്ടും പറഞ്ഞ ഇവിടത്തെ ഉള്ളവന്മാരെ റിഫ്ലക്സ് അടിച്ചു 3 ലഡാക്കാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ നൈറ്റ് സ്കൈ സാഞ്ചുറി എവിടെയാണ്? ലഡാക്കാണ്. ലഡാക്ക്. ഓക്കെ, അടുത്ത് അടുത്ത് കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എലിവേറ്റഡ് അർബൻ എക്സ്പ്രസ് വേ ദ്വാരകയാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ എലിവേറ്റഡ് അർബൻ എക്സ്പ്രസ് വേ ഗുരുഗ്രാം ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഗുരുഗ്രാം ദ്വാരക എക്സ്പ്രസ് വേ ആണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ എലിവേറ്റഡ് അർബൻ എക്സ്പ്രസ് വേ എവിടെയാണ് പിള്ളേരെ? ഗുരുഗ്രാം ദ്വാരക എക്സ്പ്രസ് വേ. ഓക്കെ, ശരി. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എനിക്ക് ഉത്തരം പറഞ്ഞു തരേണ്ടതാണ്. 1 ലക്ഷം കോടി രൂപ വിപണി മൂല്യം പിന്നിട്ട ആദ്യ ഇന്ത്യൻ വിമാന കമ്പനിയാണ് ഏത്? ഇൻഡിഗോ. ഇന്ത്യയിൽ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വേദിക് പാർക്ക് നിലയിൽ വരുന്നത് എവിടെയാണ്? നോയിഡയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ AI അധിഷ്ഠിത യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്രയിലാണ്. റൈറ്റ് ടു വാക്ക് നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയിൽ ആദ്യമായി റോബോട്ടിക് ഫ്രെയിംവർക്ക് അവതരിപ്പിച്ചത് തെലങ്കാനയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി കടലിനടിയിലുള്ള തുരങ്കം മുംബൈയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ പോർട്ട് ടാക്സി സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പോർട്ട് ടാക്സി. ഓക്കെ, രാജ്യത്തെ ആദ്യത്തെ നൈറ്റ് സഫാരി ആരംഭിക്കുന്നത് ലക്നൌവിലാണ്. ആദ്യത്തെ നൈറ്റ് സ്കൈ സാഞ്ചുറി ലഡാക്കിൽ. അത് ലഡാക്ക് ശീത മരുഭൂമിയിൽ നിന്ന് എപ്പോഴും സ്കൈ മാത്രമേ കാണാറുള്ളൂ. അപ്പൊ നൈറ്റ് സ്കൈ സാഞ്ചുറി എവിടെയാണ്? ലഡാക്കിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ എലിവേറ്റഡ് അർബൻ എക്സ്പ്രസ് വേ എവിടെയാണ്? ദ്വാരകയാണ്. ഏതാണ്? ദ്വാരക. രണ്ട് ചോദ്യം കൂടെ നമ്മൾ പറഞ്ഞിട്ട് ആ സെക്ഷൻ മതിയാക്കാം. തീർത്ഥാടകർക്ക് സൗജന്യ വിമാനയാത്ര അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം? തീർത്ഥാടകർക്ക് സൗജന്യ വിമാനയാത്ര അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം അറിയോ? ഉത്തരാഖണ്ഡ് അല്ല, ഉത്തർപ്രദേശ് അല്ല. വേറൊരു ചോദ്യം തരട്ടാ. റിഫ്ലക്സ് എളുപ്പമുള്ള ചോദ്യമാണ് കേട്ടാ. 1984 ഭോപ്പാൽ ദുരന്തം നടന്ന സംസ്ഥാനം? മധ്യപ്രദേശ്. ഇവനാണ് ആദ്യം പറഞ്ഞത്. ഇവിടെ പറഞ്ഞ് മധ്യപ്രദേശ്. റിഫ്ലക്സ് ഇതിനെ കാണണ്ട, മധ്യപ്രദേശ്. അപ്പോൾ തീർത്ഥാടകർക്ക് സൗജന്യ വിമാനയാത്ര അനുവദിച്ച സംസ്ഥാനമാണ് ഏത്? മധ്യപ്രദേശ്. അപ്പോൾ ഭോപ്പാൽ ദുരന്തം 1984 ഭോപ്പാൽ ദുരന്തം നടന്നതും എവിടെയാണ്? മധ്യപ്രദേശിലാണ്. എവിടെയാണ്? മധ്യപ്രദേശ്. കൂടെ എത്താൻ പറ്റണല്ലേ എനിക്ക്? എനിക്ക് മനസ്സിലായി. ഓക്കെ, എഴുതി പോകാന്ന് പറഞ്ഞ ഇന്ത്യയിൽ ആദ്യമായി റീഡിംഗ് ലോഞ്ച് സ്ഥാപിച്ച വിമാനത്താവളം? റീഡിംഗ് ലോഞ്ച് ഏതാണ്? ചെന്നൈയല്ല, ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം വാരണാസി. കേട്ടോ, വാരണാസിയിലാണ്. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം വാരണാസിയിലാണ്. എന്താ ആരംഭിച്ചത്? റീഡിംഗ് ലോഞ്ച് ആരംഭിച്ചത്. അപ്പോൾ റീഡിംഗ് ലോഞ്ച് ആരംഭിച്ച വിമാനത്താവളം ഏതാണ് വളരെ? ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം എവിടെയാണ്?
വാരണാസി കേട്ടോ, വാരണാസി. അപ്പോൾ വാരണാസി വിമാനത്താവളത്തിന്റെ പേരെന്താണ്? ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം, അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊന്ന് പഠിക്കുമോ? പഠിച്ചിട്ട് ഇപ്പം ചോദിക്കും കേട്ടോ. ശരി. ഇന്ത്യയിൽ ആദ്യമായി റീഡിംഗ് ലോഞ്ച് സ്ഥാപിച്ച വിമാനത്താവളം ഏതാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം എവിടെയാണ്? വാരണാസി. വാരണാസി. ഓക്കെ. എടാ, തീർത്ഥാടകർക്ക് സൗജന്യ വിമാനയാത്ര അനുവദിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യത്തെ എലിവേറ്റഡ് അർബൻ എക്സ്പ്രസ് വേ എവിടെയാണ്? അർബൻ എക്സ്പ്രസ് വേ ഗുരുഗ്രാം ദ്വാരക. ഓക്കെ. സുബിനെ, ഇന്ത്യയിൽ ആദ്യത്തെ നൈറ്റ് സ്കൈ സാഞ്ചുറി എവിടാ? ലഡാക്ക്. ഓക്കെ. അവിടെ രാജ്യത്തെ ആദ്യത്തെ നൈറ്റ് സഫാരി പദ്ധതി എവിടെയാ? സഫാരി പദ്ധതി ലക്നൗ. ഓക്കെ. അവിടെ ഇന്ത്യയിൽ ആദ്യത്തെ പോർട്ട് ടാക്സി സർവീസ് എവിടെയാ? ഉത്തർപ്രദേശ്. അവിടെ ഇന്ത്യയിൽ ആദ്യമായി കടലിനടിയിലുള്ള തുരങ്കം നിലയിലിടുന്ന എവിടെയാ? മുംബൈ. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി ജാസ് സെൻസസ് എവിടെ? ജാസ് സെൻസസ് എല്ലാം എവിടെ? ജാസ് സെൻസസ് എവിടെ? ബീഹാർ. ഓക്കെ. എന്ത്? ശരി. ഓക്കെ. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി എവിടെയല്ലേ ഇന്ത്യയിൽ ആദ്യമായി റോബോട്ടിക് ഫ്രെയിംവർക്ക് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. റൈറ്റ് വാക്ക് പഞ്ചാബ്. അടുത്ത ഇന്ത്യയിൽ ആദ്യത്തെ AI അധിഷ്ഠിത യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്ര. ഓക്കെ. ഇന്ത്യയിൽ ആദ്യത്തെ വേദിക് പാർക്ക് എവിടെയാടാ? നോയിഡ. ഇന്ത്യയിൽ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് എവിടെയാ? ചെന്നൈ. 1,00,000 കോടി രൂപ വിപണി മൂല്യം പിന്നിട്ട് ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി ഇൻഡിഗോ. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ്. ഓക്കെ. ഇന്ന് റിവിഷൻ പഠിച്ചില്ലേ? ഇപ്പോൾ നോക്കിക്കോ. നിങ്ങളെ പറയേണ്ടത് പിള്ളേരെ ഒൺ വേർഡ് ആണ് പറയേണ്ടത്. ഒൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പറയേണ്ടത്. നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ്, സ്ഥിരം ചോദിക്കുന്ന സാധനമാണ് കേട്ടോ. കില്ലിംഗ് ഓഫ് ബ്രദർ പറഞ്ഞേ. ഫ്രാട്രിസൈഡ് കേട്ടോ. ഫ്രാട്രി ഫ്രാട്രിസൈഡ് ആണ് കേട്ടോ. കില്ലിംഗ് ഓഫ് ബ്രദർ എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? ഫ്രാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് ബ്രദർ എന്ന് വെച്ചാൽ എന്താണ്? ഫ്രാട്രിസൈഡ് ആണ്. കില്ലിംഗ് ഓഫ് എ മാൻ ബൈ അനദർ മാൻ. ഹോമിസൈഡ്. എന്താണ് പിള്ളേരെ? ഹോമിസൈഡ് കേട്ടോ. അപ്പൊ കില്ലിംഗ് ഓഫ് എ മാൻ ബൈ അനദർ മാൻ എന്ന് വെച്ചാൽ എന്താണ്? ഹോമിസൈഡ്. അപ്പൊ രണ്ടെണ്ണം പറഞ്ഞേ. കില്ലിംഗ് ഓഫ് ബ്രദർ എന്ന് പറഞ്ഞാൽ അത് സഹോദരനെ കൊല്ലുന്നതിന് എന്ത് പറയും? ഫ്രാട്രിസൈഡ് എന്ന് പറയും. എന്താണ്? ഫ്രാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് എ മാൻ ബൈ അനദർ മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമിസൈഡ്. അടുത്ത് കില്ലിംഗ് ഓഫ് ആൻ ഇൻഫന്റ്, കുഞ്ഞിനെ കൊല്ലുന്നത്, ഇൻഫാന്റിസൈഡ്. എന്താണ് പിള്ളേരെ? ഇൻഫാന്റിസൈഡ്. അപ്പൊ കില്ലിംഗ് ഓഫ് എ ഇൻഫന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫാന്റിസൈഡ്. ഓക്കെ. കില്ലിംഗ് ഓഫ് മദർ. കില്ലിംഗ് ഓഫ് മദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാട്രിസൈഡ്. എന്താണ്? മാട്രിസൈഡ് കേട്ടോ. കില്ലിംഗ് ഓൺ പാരന്റ് ഓർ അതർ നിയർ റിലേറ്റീവ്. പാരന്റിനെ അല്ലെങ്കിൽ റിലേറ്റീവിനെ കൊല്ലുന്നത് എന്താണ്? പാരന്റ് അല്ലെങ്കിൽ റിലേറ്റീവിനെ കൊല്ലുന്നത് പാരിസൈഡ്. എന്നുള്ള പാരിസൈഡ്. PRRI. പാരിസൈഡ് കേട്ടോ. പാരിസൈഡ് കേട്ടോ. പാരന്റ് അല്ലെങ്കിൽ റിലേറ്റീവിനെ കൊല്ലുന്നതിനെ പറയുന്ന പേരാണ് പാരിസൈഡ്. എന്താണ്? പാരിസൈഡ്. ഓക്കെ. അടുത്ത് കില്ലിംഗ് ഓഫ് ഫാദർ. കില്ലിംഗ് ഓഫ് ഫാദർ പാട്രിസൈഡ് ആണ്. ഏതാണ് പിള്ളേരെ? പാട്രിസൈഡ്. PATRI കേട്ടോ. PATRI പാട്രിസൈഡ്. ഓക്കെ, ശരി. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ. കില്ലിംഗ് ഓഫ് ബ്രദർ പറഞ്ഞേ. ഫ്രാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് എ മാൻ ബൈ അനദർ മാൻ പറഞ്ഞേ. ഹോമിസൈഡ്. കില്ലിംഗ് ഓഫ് ആൻ ഇൻഫന്റിസൈഡ്. കില്ലിംഗ് ഓഫ് മദർ മാട്രിസൈഡ്. കില്ലിംഗ് ഓൺ പാരന്റ് ഓർ അതർ നിയർ റിലേറ്റീവ് പാരിസൈഡ്. കില്ലിംഗ് ഓഫ് ഫാദർ പാട്രി. നമ്മൾ ഈ പാ എന്ന് പറയുന്ന അച്ഛനെയാണ് കേട്ടോ. അച്ഛനെ പാ എന്ന് പറയാറുണ്ട് അല്ലേ? അച്ഛനെ പാ എന്ന് പറയാറുണ്ട്. ഓക്കെ. ഓക്കെ. പാന്ന് പറയാറില്ലേ? അപ്പനല്ല, അപ്പന്റെ പാ അല്ല. നമ്മൾ പാ എന്ന് അച്ഛനെ പറയാറുണ്ട്. പാ എന്നൊരു സിനിമയുണ്ട്, ഹിന്ദി സിനിമയുണ്ട്, കണ്ടോടാ. ആ പാ എന്ന സിനിമ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അഭിഷേക് ബച്ചനും അമിതാഭ് ബച്ചനുമാണ്. അതിൽ അഭിഷേക് ബച്ചൻ അച്ഛനും അമിതാഭ് ബച്ചൻ മകനുമാണ്. പെട്ടെന്ന് വയസ്സായി പോണ രോഗമുള്ള മകനായിട്ട് അമിതാഭ് ബച്ചനും ആ മകന്റെ അച്ഛനായിട്ട് അഭിഷേക് ബച്ചനാണ് അഭിനയിച്ചിരിക്കുന്നത്. വെള്ള ഗ്ലോബ്. ഓക്കെ. ഞാൻ ഇപ്പൊ ഗുണാക്കേവ് കണ്ട്. ഗുണാക്കേവ് ഇവിടെ. ഗുണാക്കേവ് അങ്ങ് തുറന്നു വെച്ചിരിക്കുകയാണ്. അഹല്യേ ഇത്തിരി വെള്ളമെടുത്ത് ഒഴിച്ചു കേട്ടോ. കണ്ട തലയോട് ഒഴിച്ചു വെള്ളം എടുത്ത് കോട്ട കേട്ടാ. ഓക്കെ, ശരി. അപ്പൊ പിള്ളേരെ കില്ലിംഗ് ഓഫ് ഫാദർ എന്ന് വെച്ചാൽ എന്താണ്? പറ. പാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് എ കിങ് എന്ന് വെച്ചാൽ എന്താണ്?
റെജിസൈഡ്. എന്താണ് റെജിസൈഡ്? കില്ലിംഗ് ഓഫ് കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വളരെ കില്ലിംഗ് ഓഫ് എ കിങ് എന്ന് വെച്ചാൽ റെജിസൈഡ് ആണ്. അടുത്തത് കില്ലിംഗ് ഓഫ് സിസ്റ്റർ, സൊറോറിസൈഡ്. ഏതാണ്? സൊറോറിസൈഡ്. കില്ലിംഗ് ഓഫ് സിസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? സൊറോറിസൈഡ്. അതൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. സിസ്റ്റേഴ്സിൽ നമ്മളൊന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചൊറിഞ്ഞുകൊണ്ടിരിക്കും, എപ്പോൾ നോക്കിയാലും ചൊറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അല്ലെങ്കിൽ സിസ്റ്ററിനോട് സോറി പറയണം നടത്താലും മതി. ഓക്കെ, സൊറോറിസൈഡ്, സൊറോറിസൈഡ് കേട്ടോ. കില്ലിംഗ് ഓഫ് സിസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? സൊറോറിസൈഡ്. ഓക്കെ, കില്ലിംഗ് ഓഫ് വൈഫ്. കില്ലിംഗ് ഓഫ് വൈഫ് എന്ന് പറഞ്ഞാൽ ഉക്സോറിസൈഡ്. UXORI കേട്ടോ, UXORI, ഉക്സോറിസൈഡ്. കില്ലിംഗ് ഓഫ് വൈഫ് എന്ന് വെച്ചാൽ എന്താണ്? ഉക്സോറിസൈഡ്. ലാസ്റ്റത്തത് കില്ലിംഗ് ഓഫ് ഓൾഡ് മാൻ. അല്ല, സെനീസൈഡ്. എന്താണ് പിള്ളേരെ? സെനീസൈഡ് കേട്ടോ. അപ്പൊ കില്ലിംഗ് ഓഫ് ഓൾഡ് മാൻ എന്താണ്? സെനീസൈഡ് കേട്ടോ, സെനീസൈഡ്. ഓക്കെ, നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ കൊല്ലുന്നതിന് എന്താ പറയുന്നത്? സൂയിസൈഡ്. നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? സൂയിസൈഡ് കേട്ടോ, സൂയിസൈഡ്. ഓക്കെ, ശരി. അപ്പൊ ഇത് ഇത്രയും ഒന്ന് നമുക്ക് പഠിക്കാം. കില്ലിംഗ് ഓഫ് ബ്രദർ എന്ന് പറഞ്ഞേ, ഫ്രാട്രിസൈഡ്. എന്താണ്? ഫ്രാട്രിസൈഡ്. ഫ്രാട്രിസൈഡ് ആണ് ബ്രദർ. കില്ലിംഗ് ഓഫ് എ മാൻ ബൈ അനദർ മാൻ, ഹോമിസൈഡ്. എന്താണ്? ഹോമിസൈഡ്. കില്ലിംഗ് ഓഫ് ആൻ ഇൻഫന്റ്, ഇൻഫാന്റിസൈഡ്. കില്ലിംഗ് ഓഫ് മദർ, മാട്രിസൈഡ്. കില്ലിംഗ് ഓൺസ് ഓൺ പാരന്റ് ഓർ അതർ നിയർ റിലേറ്റീവ്, പാരിസൈഡ്. കില്ലിംഗ് ഓഫ് ഫാദർ, പാട്രിസൈഡ്. അടുത്ത് കില്ലിംഗ് ഓഫ് എ കിങ്, റെജിസൈഡ്. കില്ലിംഗ് ഓഫ് സിസ്റ്റർ, സൊറോറിസൈഡ്. കില്ലിംഗ് ഓഫ് വൈഫ്, ഉക്സോറിസൈഡ്. കില്ലിംഗ് ആൻ ഓൾഡ് മാൻ, സെൻസൈഡ്. ഓക്കെ, നമ്മൾ സ്വയം നമ്മളെ കൊല്ലുന്നതിന് പറയുന്നത് സൂയിസൈഡ്. ഓക്കെ, ചോദിക്കാമല്ലോ ഇത്. ഓക്കെ, ആരംഭിക്കാം. കില്ലിംഗ് ഓഫ് ബ്രദർ പറ, ഫ്രാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് എ മാൻ ബൈ അനദർ മാൻ പറ, ഹോമിസൈഡ്. കില്ലിംഗ് ഓഫ് ആൻ ഇൻഫന്റ് പറ, ഇൻഫാന്റിസൈഡ്. കില്ലിംഗ് ഓഫ് മദർ പറ, മാട്രിസൈഡ്. കില്ലിംഗ് ഓൺസ് ഓൺ പാരന്റ് ഓർ അതർ നിയർ റിലേറ്റീവ്, പാരിസൈഡ്. കില്ലിംഗ് ഓഫ് ഫാദർ, പാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് എ കിങ് പറ, അഹല്യ. റെജിസൈഡ്. എന്താണ്? റെജിസൈഡ്. ഓക്കെ, കില്ലിംഗ് ഓഫ് എ സിസ്റ്റർ. കില്ലിംഗ് ഓഫ് സിസ്റ്റർ പറഞ്ഞേ സുബിൻ, സൊറോറിസൈഡ്. കില്ലിംഗ് ഓഫ് വൈഫ് പറഞ്ഞേ, ഉക്സോറിസൈഡ്. കില്ലിംഗ് ഓഫ് ഓൾഡ് മാൻ പറഞ്ഞേ, സെനീസൈഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അവിടെ ബാക്കിൽ രണ്ടുപേരുണ്ടോ അവിടെ? യെസ്. ഓക്കെ, റിവിഷൻ. ഒന്നാമത് ചോദ്യം, സംസ്ഥാന സർക്കാരിൻ്റെ കുഷ്ഠരോഗ നിവാരണ പദ്ധതിയുടെ പേര്. കുഷ്ഠരോഗ നിവാരണ പദ്ധതിയുടെ പേര്. അടുത്ത് രക്തസാക്ഷി ദിനം. രക്തസാക്ഷി ദിനം, രക്തസാക്ഷി ദിനം. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇത് ആര് ഏത് സന്ദർഭത്തിൽ പറഞ്ഞതാണ്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇത് ആര് ഏത് സന്ദർഭത്തിൽ പറഞ്ഞതാണ്? ഓക്കെ, നാലാം ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങൾക്ക് ലഭിച്ച അധികാരങ്ങൾ എന്തൊക്കെയാണ്? 3 അധികാരങ്ങൾ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങൾക്ക് ലഭിച്ച അധികാരങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത 5-ാം ചോദ്യം എഴുതിയ നാട്ടുരാജ്യങ്ങൾക്ക് ലഭിച്ച അധികാരങ്ങൾ എഴുതേണ്ടത്. 5-ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി, ഇപ്പോഴത്തെ കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് മന്ത്രി. അടുത്ത 6-ാമത് ചോദ്യം, ഇന്ത്യയിൽ നിന്നും ഏറ്റവും ഒടുവിലായി മടങ്ങിപ്പോയ യൂറോപ്യന്മാർ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും ഒടുവിലായി മടങ്ങിപ്പോയ യൂറോപ്യന്മാർ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും ഒടുവിലായി മടങ്ങിപ്പോയ യൂറോപ്യന്മാർ. ഓക്കെ, ഫ്രാൻസിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെ? സ്വാതന്ത്ര്യാനന്തരം ഫ്രാൻസിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെ? സ്വാതന്ത്ര്യാനന്തരം ഫ്രാൻസിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെ? അറിയില്ല. 2028 ഒളിമ്പിക്സിൻ്റെ വേദി. 2028 ഒളിമ്പിക്സിൻ്റെ വേദി. 2028 ഒളിമ്പിക്സിൻ്റെ വേദി. 8 വർഷമായില്ലേ? ഓക്കെ, തമസ് എന്ന സിനിമ സംവിധാനം ചെയ്ത ആര്? തമസ് എന്ന സിനിമ സംവിധാനം ചെയ്ത ആര്? തമസ് എന്ന സിനിമ സംവിധാനം ചെയ്ത ആര്? ഓക്കെ, അഭിജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അഭിജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അഭിജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്?
അഭിജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓക്കെ, ക്ലിയർ ആണല്ലോ? 10 ആയില്ല. ശരി, അങ്ങനത്തെ പാസ് ഇവിടെ പാസ് അപ്പുറം പാസ് നീ ഉണ്ടോ വെച്ചോ. ആ ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? പാസ് ചെയ്തിട്ട് അപ്പുറം സംസ്ഥാന സർക്കാരിൻ്റെ കുഷ്ഠരോഗ നിവാരണ പദ്ധതിയാണ് അശ്വമേധം. കുഷ്ഠരോഗ ദിനം രക്തസാക്ഷി ദിനം ജനുവരി 30. കുഷ്ഠരോഗ ദിനം ഏത് തന്നെ? ജനുവരി 30 തന്നെ. അടുത്ത് നമ്മുടെ ജീവിതത്തിന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇത് ആര് പറഞ്ഞതാണ്? ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ്, ഗാന്ധിജിയുടെ മരണത്തെ തുടർന്ന്. ഓക്കെ. പിന്നെ ഈ സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങൾക്ക് ലഭിച്ച അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ചേരാം, പാകിസ്ഥാനിൽ ചേരാം, സ്വതന്ത്രമായി നിൽക്കാം. ഓക്കെ. നിലവിലെ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. അടുത്ത് ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയപ്പോൾ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇനി ഫ്രാൻസിന്റെ അധീനതയുള്ള പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, കാരക്കല്, മാഹി, യാനം. പോണ്ടിച്ചേരി, കാരക്കല്, മാഹി, യാനം. ഓക്കെ. അടുത്ത 2028 ഒളിമ്പിക്സ് എവിടെ വെച്ചിട്ടാണ്? ലോസ് ഏഞ്ചലസ് വെച്ചിട്ടാണ്. ഇനി ആരാണ് തമസ് എന്ന സിനിമയുടെ സംവിധായകൻ? ഗോവിന്ദ് നിഹലാനി. ഓക്കെ. അടുത്ത് അഭിജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം അടയാളം. ഓക്കെ, ശരി. നമ്മുടെ അതിലൂപിക്ക് 10 മാർക്കുണ്ട്. കൺഗ്രാസ് അതിലൂപി. നിനക്കെത്ര? 10. കൺഗ്രാസ്. ഇവിടെ 10. കൺഗ്രാസ്. സുബിന് 10. കൺഗ്രാസ്. 10. കൺഗ്രാസ്. ഇവിടെ ഇവിടെ 10. കൺഗ്രാസ്. 10. 7 അന്ന് ബാക്കിയില്ലാത്ത നോട്ടേജ് പഠിക്കാത്തത് പഠിച്ചോണം കേട്ടോ. പെൻഡിങ് ഇടരുത് കേട്ടോ. നമ്മൾ ഓരോ ഫാദറെ തീർത്ത് വരെയാണ്, പെൻഡിങ് ഇടരുത്. ഓക്കെ, ശരി. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും മാർക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ടാറ്റ. ഓക്കോ.